ചെന്നപ്പോൾ തന്നെ ഇവൻ എൻ്റെ മോന്തക്കിട്ടോ എന്ന് തന്നു. 4 വർഷം മുമ്പ് എനിക്ക് 100% ശരിയാണെന്ന് തോന്നിയ ഈ കാര്യത്തിന് ഞാൻ സപ്പോർട്ട് നിന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ആവശ്യത്തിനാണ്. അപ്പോൾ അവളുടെ ഓപ്പോസിറ്റ് എന്തായവൻ, അവളുടെ ബെസ്റ്റ്, അവൻ എന്നെ വിളിച്ചു, ഒന്ന് കാണണം, സംസാരിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അങ്ങനെ ചെന്നപ്പോൾ തന്നെ ഇവൻ എൻ്റെ മോന്തക്കിട്ടോ എന്ന് തന്നു. ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി, ഷോക്കായി. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു തല്ല് കിട്ടുന്നത്. പിന്നെ അവൻ എൻ്റെ കോലർ കയറി പിടിച്ച് ഇങ്ങനെ നീ ഇതിൻ്റെ ഇടയിൽ കയറി അങ്ങനെ കുറേ വാക്കും തെറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനൊന്ന് സ്റ്റേബിളായതിനു ശേഷം എൻ്റെ നാവിൻ്റെ ബലത്തിൽ സംസാരിച്ച് ഞാൻ അങ്ങ് പോന്നു. ഞാൻ തിരിച്ച് ഒന്നും ചെയ്തില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല, അവളോടും പറഞ്ഞില്ല, എൻ്റെ കൂട്ടുകാരോടും പറഞ്ഞില്ല. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് അറിഞ്ഞാൽ അവന്മാർ പിന്നെ ചോദിക്കാൻ ചെല്ലും, പിന്നെ വലിയ ഇഷ്യൂസ് ആവും. എനിക്കതിനൊന്നും താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ അവന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അവന് മാനസാന്തരം കിട്ടാൻ, അവൻ്റെ ദുഷ്ടചിന്തകളൊക്കെ മാറി നന്നാവാനൊക്കെ ആയിട്ട്. ഇപ്പം 4 വർഷം കഴിഞ്ഞു. ഇപ്പം അങ്ങനെ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നലെ അവനെ പോലീസ് നോക്കി, എന്തോ മയക്കുമരുന്നോ കഞ്ചാവ് എന്തോ കേസിനാണ്. അപ്പം ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്, അവൻ ഇനിയെങ്കിലും മാനസാന്തരപ്പെട്ട് നന്മയുടെ പാതയിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നല്ലത് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ല, മോശം ചെയ്യുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ബൈ, ടാറ്റ.